കടയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഒരു കട ഭയങ്കര പുലിയായിരുന്നു നമ്മൾ കണ്ടു. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള JBCയെ കുറിച്ചാണ്. അപ്പം സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. എന്താണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്സ് അല്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസിക്കൽ തിയറിയുടെ ഫീച്ചേഴ്സിൻ്റെ അകത്ത്. ഒരു സെക്കൻഡ്. ഓക്കെ, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് JBCയെ കുറിച്ച് തന്നെ കാണുമോ. ജീൻ ബാപ്റ്റിസ്റ്റ് ഡിസൈ, JBC 1767 to 1832. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഓക്കെ, ജീൻ ബാപ്റ്റിസ്റ്റ് ഡിസൈ വാസ് എ ഫ്രഞ്ച് ക്ലാസിക്കൽ ഓക്കെ ലിബറൽ ഇക്കോണമിസ്റ്റ്. ലിബറൽ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരു പ്രത്യേക സ്കൂൾ ഓഫ് തോട്ടാണ്. മാർക്കറ്റിനെ ലിബറലൈസ് ചെയ്യണം, ഫ്രീ ആയിട്ട് ട്രേഡ് നടത്തണം, പിന്നെ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് കുറവേ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെയാണ് ലിബറൽ ഇക്കോണമിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഓരോന്നൊരു അർത്ഥമുണ്ട്. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് എന്ന് അറിയാലോ, ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട് എന്നുള്ളതാണ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്. ക്ലാസിക്കൽ എന്നുള്ള വാക്കിനർത്ഥം, ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ പഴയതെന്ന് പറയാൻ പറ്റില്ല, പഴയത് ബട്ട് സംതിങ് റെലവൻറ്റ് യുനോ. സോ ദാറ്റ് ഈസ് മീനിങ് ഓഫ് ക്ലാസിക്കൽ. നമ്മുടെ മനസ്സിൽ ഒത്തിരി ഐഡിയാസൊക്കെ വരും ക്ലാസിക്കൽ എന്ന് പറയും. സോ ലിബറൽ ഇക്കോണമിസ്റ്റ് മീൻ എ ഗ്രൂപ്പ് ഓഫ് ഇക്കോണമീസ് who are proposing to remove the control over the economy. Okay, similarly arguing for less and less government controls, free trade, free enterprise regulation, etc. So, and a scholar who laid the foundations of classical economics. Okay, but classical economics in the foundations. What is the meaning of foundation? Foundation means അടിസ്ഥാനമിട്ടാണ് ക്ലാസിക്കൽ സ്കൂളിൻ്റെ അടിസ്ഥാനമിട്ട ആളാണ് ഈ JBC was a French economist. He doesn't belong to England. When you are analyzing the history of economics, the history of the development of economics, you can see that most of the economies were from England or from Britain. Okay, sorry, from the US. അപ്പോൾ US നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരെ മിക്കവരും. അതിൻ്റെ അകത്ത് ഒരു ഫ്രഞ്ച് സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉള്ളൂ. കാരണം ഫ്രാൻസ് ലോകത്തെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ചിന്തകളും ഐഡിയാസ് ആൻഡ് ദി what we can say the propagators of ideas, the thinkers, all they came from France. France was such a beautiful country. Okay, during that time, during the early period. Okay, so and here comes the role of JBC, who was a French economist, a classical economics, and an economist who propounded or advocated liberal ideas. Okay, who laid the foundations of classical economics. And during Say's time, that means JBC's time, French was the leading language of the world. ലോകത്തിൻ്റെ അടിഭാഷ ആയിരുന്നു ഫ്രഞ്ച് കേട്ടോ, അടിഭാഷ. അപ്പോൾ അടിഭാഷ എന്ന് പറഞ്ഞാൽ the language is spoken by the pundits, the language in which most of the important works in the world has been written. Okay, so that is the meaning of the word leading language of the world. And early economics books were written in French. Several of the economics texts were written in French. The physiocrats were French. Okay, the physiocrats were French. അവർ ഫ്രഞ്ചായിരുന്നു ഫിസിയോക്രാറ്റ്സ്. ക്വന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഉച്ചരിക്കാൻ നമ്മൾ എന്തോരം പാടുപെട്ടു. ടാബ്ലോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ടേബിൾ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ് ഇട്ടാൽ പോരായിരുന്നോ? അത് ഫ്രഞ്ചിൽ എന്തുകൊണ്ട് വന്നു അല്ലേ? അതിന് മുമ്പുള്ള മാർക്കാനലിസ്റ്റിലെ പ്രധാനപ്പെട്ട ആൾക്കാർ കുറച്ചുപേരൊക്കെ ഫ്രാൻസുകാരായിരുന്നു, കുറച്ചുപേരും ഇംഗ്ലണ്ടുകാരായിരുന്നു. പക്ഷേ നമുക്ക് ഫ്രാൻസിൻ്റെ സാന്നിധ്യം ഇത് കൂടുതൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഹിസ് മെയിൻ വർക്ക് വാസ് എ ട്രീറ്റീസ് ഓൺ പൊളിറ്റിക്കൽ ഇക്കോണമി which was published in 1803. Okay, 1803. അപ്പോൾ 1803 ആലൻ സ്മിത്തിൻ്റെ ബുക്കിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്ക് വരുന്നത്. ഹിസ് ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂഷൻ വാസ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, വിച്ച് എക്സ്പ്ലെയിൻ ദാറ്റ് an economic system can automatically correct itself. So there is no need for any government intervention. There should be only minimum role for the government, laissez-faire policy, natural order. So everything is there in the sales law of market, which says that an economic system correct automatically. There is no need for any referee. Who's the referee in economic system? Of course it is the government. Okay, so government is an economic referee. So referee in the economic system who guides, controls and manipulate the economic system. Of course that is the common trend now we are seeing. So there is no need for such an entity. The system can correct automatically. It argued that a general overproduction is impossible. What the sales law of market says? It says that there is a general overproduction in the sense that
the existence of unsold commodities is almost absent in the case of liberal economy, an economy where everything work automatically, spontaneously, okay, and there will be self-adjustment, no need for any other individual or entity to act as an adjuster, okay. The Say's law of market provided one of the foundations of the classical economics. നമ്മൾ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു അല്ലേ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ. അതിന് നമ്മൾ സെയ്സ് ലോ ഓഫ് മാർക്കറ്റിനെ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്ന മേജർ ഐഡിയാസ് എന്നാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. JB സേവാസ് ഫ്രഞ്ച് ഇക്കോണമിക്സ്. അതിൻ്റെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. ഓക്കെ, ദർ ഇസ് നോ ഓവർ പ്രൊഡക്ഷൻ, ദർ കനോട്ട് ബി glut in the market, supply creates its own demand. ഓക്കെ, എന്താണ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ വാട്ട് ഡിമാൻഡ് അല്ലേ. സപ്ലൈ അതിൻ്റെ തന്നെ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യും. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പം അത് മേടിക്കാനുള്ള ഇൻകം കൂടെ നമ്മൾ ആൾക്കാർക്ക് കൊടുത്തു വിടുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആൾക്കാർക്ക് നമ്മൾ ഇൻകം കൊടുക്കുന്നുണ്ടല്ലോ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, 100 രൂപ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ. JB strongly supported the free reign of market forces and was against intervention. Okay, so he was an ardent supporter of what? Free flow of market forces. Okay, a free market enterprise economy, and he was against intervention. What is the meaning of intervention? Intervention means ഇടപെടൽ. നീ എൻ്റെ കേസിൽ ഇടപെടൽ നമ്മൾ പറയല്ലേ, അതാണ് ഇത്. ഏത് ഇൻ്റർവെൻഷൻ? ഗവൺമെൻറ് ഇടപെടേണ്ട എന്നാണ് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിലീറ്റ് ചെയ്തോട്ടെ. ഡിലീറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് മാൽത്തസിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ട് കാണും അല്ലേ, കേട്ടിട്ടാണ്. മാൽത്തസിനെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാർ കാണുകയില്ല. അപ്പോൾ മാൽത്തസ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ആയിരുന്നു. പക്ഷേ മാൽത്തസിൻ്റെ ഒരു പ്രത്യേകത അറിയോ? നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ പണ്ഡിതന്മാരുണ്ടെന്ന് വിചാരിച്ചു, അവരുടെ കുറേ ഐഡിയാസും ഉണ്ട്. ഐഡിയാസ് ലോകമെല്ലാം ഇങ്ങനെ കേൾക്കുക, അവരെ ഇങ്ങനെ ഭയങ്കര ബഹുമാനിക്കുക. പക്ഷേ നമുക്ക് ആ ഐഡിയാസിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി നിന്നിട്ട് സ്വന്തമായിട്ട് തിയറി ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ ഒരാളായിരുന്നു ഈ മാൽത്തസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു, ഈ ക്ലാസിക്കൽ തിയറി ഇങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും ക്ലാസിക്കൽ തിയറി വർക്ക് ചെയ്യില്ല, ഒന്നും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല മാൽത്തസ് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. നമുക്ക് കാണാമല്ലോ ഒരു 10-15 പേരുണ്ടെങ്കിൽ ഒരാളിങ്ങനെ ഒരു വേറെ രീതിയിൽ സംസാരിക്കും, നമ്മൾ പറയാം. അങ്ങനെയുള്ളവരായിരുന്നു ഒരാളായിരുന്നു മാൽത്തസ്. ഹി വാസ് എ ഡിഫറെൻറ്റ് വോയിസ് എമംഗ് ദി ക്ലാസിക്കൽ എക്കോണമിസ്റ്റ്. ഹി ക്രിട്ടിസൈസ് ദ ക്ലാസിക്കൽ തിയറി. ഹി സെഡ് ദാറ്റ് what we can say, automatic working is impossible. There more than that, there can be overproduction in the economy. ചിലപ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകും എന്ന് ആര് പറഞ്ഞു? മാൽത്തസ് പറഞ്ഞു. അതായത് ഓവർ പ്രൊഡക്ഷനില്ലാതെ എല്ലാ സാധനവും വിറ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇമ്പോസിബിൾ ആണ് എന്നാര് പറഞ്ഞു? മാൽത്തസ്. ദാറ്റ് വാസ് എ ക്രിറ്റിസിസം അഗൈൻസ്റ്റ് ക്ലാസിക്കൽ തിയറി. ഈവൻ ദോ ഹി ബിലോങ് ടു ദി ക്ലാസിക്കൽ സ്കൂൾ, ഹി സ്ട്രോങ്ലി ക്രിട്ടിസൈസ്ഡ് ദ ക്ലാസിക്കൽ ഐഡിയാസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ വി ഷുഡ് കൺസിഡർ Malthus from a different angle, or we should analyze his theories differently. Okay, then Malthus was a member of the classical economic school starting from Adam Smith. Though he criticized the classical theories, നമ്മൾ ചരിത്രത്തെ നമ്മൾ വേറൊരു ആംഗിളിൽ കൂടെ കാണുമോ? ഇക്കണോമിക്സിൻ്റെ ചരിത്രത്തെ നമ്മൾ വേറൊരു ആംഗിളിൽ കൂടെ കാണുമ്പോൾ മാൽത്തസിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? ക്ലാസിക്കൽ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ക്ലാസിക്കൽ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്താൽ അങ്ങനെയാണ്. മാൽത്തസ് ക്ലാസിക്കൽ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ഗ്രൂപ്പിലില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ ഗ്രൂപ്പിലില്ലെന്ന് മാൽത്തസ് പറഞ്ഞെങ്കിൽ മാൽത്തസിനെ നമ്മൾ ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ ഗ്രൂപ്പിലാണ് എടുത്തേക്കുന്നത്. കാരണം ക്ലാസിക്കൽ തിയറിനെ ക്രിട്ടിസൈസ് ചെയ്തെങ്കിലും വ്യത്യസ്തപരമായ സ്ട്രോങ് തിയറി പറയുവാൻ മാൽത്തസിന് പറ്റിയില്ല. അദ്ദേഹം ഈ തിയറിയിൽ ചില പ്രശ്നങ്ങളെന്ന് മണത്തറിഞ്ഞ്, പക്ഷേ അദ്ദേഹത്തിനുണ്ടല്ലോ ഈ നെവർ tried to propagate a new theory, an alternative theory. He never made a strong improvement of the classical theory. അതാണ് അദ്ദേഹത്തെ നമ്മൾ ഈ തിയറിയിൽ നിന്ന് വ്യത്യസ്തനായി കാണാൻ നമ്മൾ റെഡി ആവാത്തതിന് കാരണം ഇതുണ്ടല്ലോ ഈ ക്ലാസിക്കൽ തിയറി ഇതിനേക്കാളും ഭയങ്കര വ്യത്യസ്തമായിട്ടൊന്നും പറഞ്ഞില്ല, ക്രിറ്റിസിസം നടത്തിയെങ്കിൽ പോലും. ഓക്കെ, സോ മാൽത്തസ് വാസ് എ മെമ്പർ ഓഫ് ദ ക്ലാസിക്കൽ ഇക്കണോമിക് സ്കൂൾ സ്റ്റാർട്ടിംഗ് ഫ്രം ആഡം സ്മിത്ത്. ദോ ഹി ക്രിറ്റിസൈസ് ക്ലാസിക്. മാൽത്തസ് ഇസ് നോൺ ഫോർ ഹിസ് ഐഡിയ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ മാൽത്തസിനെ അറിയുന്ന എന്താ? അദ്ദേഹത്തിൻ്റെ പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചുള്ള തിയറിയാണ്. മാൽത്തസ് പോപ്പുലേഷൻ തിയറീസ് വർ ഓഫ് ലെനിൻസ് ബുക്ക് ആൻ എസ്സേ ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ, ഫസ്റ്റ് പബ്ലിഷ് ഇൻ 1798. ഓക്കെ, JB ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതേ ബുക്ക് പബ്ലിഷ് ചെയ്തു. 1776 സ്മിത്തിൻ്റെ ബുക്ക് വരുമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ 1798 ഇദ്ദേഹം ഉണ്ടാക്കിയ ബുക്കാണ്.
പറ്റിയ ബുക്കാണ്. ആൻ എസ്സേ ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. ആ ബുക്കിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, ഫുഡ് സപ്ലൈ കൂടും. എങ്ങനെ? 2, 4, 6, 8, 10 എന്നതിൽ ഫുഡ് സപ്ലൈ കൂടും. ഇനി പോപ്പുലേഷൻ കൂടും. 2, 4, 8, 16, 32, 64 രീതി കൂടും. ഇത് AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഇത് GP ജോമെട്രിക് പ്രോഗ്രഷൻ. ഇരട്ടിയായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതി കൂടുന്ന ആര് പറഞ്ഞു? ഈ രീതിയിൽ ഫുഡ് പ്രൊഡക്ഷൻ കൂടുന്ന ഇത് ഞാൻ പറഞ്ഞു. ഒരു സെക്കൻഡ് സാറ് വിളിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് പോസ് ചെയ്തോട്ടെ. നമ്മൾ മാൽത്തസിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. മാൽത്തസിൻ്റെ തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മാൽത്തസിൻ്റെ തിയറി ശരിയായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ കാണുമല്ലായിരുന്നു. കാരണം എന്താണ്, പോപ്പുലേഷൻ ഇങ്ങനെ വളരും, ജോമെട്രിക് ഫുഡ് പ്രൊഡക്ഷൻ, അപ്പോൾ കുറേ പേര് പഞ്ഞം കിടന്ന് മരിക്കും. ഇങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇതൊക്കെ ശരിയാണെന്ന് നമുക്ക് തോന്നും. ജയ്സൽ ഒന്ന് അവനെ കൂടെ അഡ്മിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ കാലത്ത് അന്ന് ഫുഡ് പ്രൊഡക്ഷൻ തീരെ കുറവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ, ബംഗാൾ ഫാമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ബംഗാളിലെ പട്ടിണി കൊണ്ട് മരിച്ച ആൾക്കാരുടെ അസ്ഥിയെടുത്ത് ഗോതമ്പിൻ്റെ അകത്ത് പൊടിച്ചിട്ടു മായം കലർത്താൻ വേണ്ടിയിട്ട് അത്രയധികം ആൾക്കാർ മരിച്ചു. എവിടെ? ബംഗാളിൽ. നമുക്കൊക്കെ പട്ടിണി ഉണ്ടോ? ഇല്ല. നമുക്ക് ഫുഡ് ആവശ്യമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയും നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. നോർമൻ ബോർലോഗ് സ്പെല്ലിങ് കറക്റ്റാണോ എന്ന് ഞാൻ മറന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ എഴുതിയ ഏകദേശം. നോർമൻ ബോർലോഗ് അദ്ദേഹം ഈ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്ന അദ്ദേഹം. ഇന്ത്യയിലാണെങ്കിൽ സ്വാമിനാഥനാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇദ്ദേഹമാണ് ഈ ഡ്വാർഫ് വെറൈറ്റീസ്, കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളൂ, ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാവും, പെട്ടെന്ന് ഫുഡ് ഉണ്ടാവും, അങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്ത് ഇദ്ദേഹം നോർമൻ ബോർലോഗ്. ഭയങ്കര മിടുക്കനാണ്. അതേ ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ കാരണന്മാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതിനെ. നമ്മളൊക്കെ എങ്ങനെ ജനിക്കുമെന്നും കണ്ടറിയണം. അപ്പം ബോർലോഗിനെ നമ്മൾ ഒരു നിമിഷമെങ്കിലും ഓർക്കാതിരിക്കാൻ പറ്റിയില്ല. ഫുഡ് പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടാനുള്ള കാരണം ഗ്രീൻ റെവല്യൂഷൻ, അതിൻ്റെ കാരണം ബോർലോഗാണ്. ഭയങ്കര മിടുക്കനായിരുന്നു കേട്ടോ. ബോർലോഗിനെ കുറിച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. എനിക്കതൊട്ട് ഭയങ്കര വിവരമാണ്. ഓക്കെ, നമ്മൾ മാൽത്തസിനെ കുറിച്ച് പറയാം. മാൽത്തസ് ഇങ്ങനെ തിയറിയൊക്കെ എഴുതിയുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയില്ലേ, നമുക്ക് വേണമെങ്കിലും അതിൻ്റെ ഒരു രസം തോന്നും. ഫുഡ് പ്രൊഡക്ഷൻ 2, 4, 6, 8 അല്ലേ? നമ്മൾ 2, 4, 8, 16. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നിട്ട് ഫമീൻ ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞാലും ഒത്തിരി പട്ടിണി മരണങ്ങളുണ്ടായി. 1960 ശേഷം നമുക്കിന്ന് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബുക്ക് എഴുതി 200 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ? ഏകദേശം 200 വർഷങ്ങൾക്ക് 170 വർഷങ്ങൾക്ക് ശേഷമാണ് ഫുഡ് പ്രൊഡക്ഷൻ ഇതുപോലെ ടെക്നോളജിയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ടായത്. ഓക്കെ, സോ ദ മാൽത്തൂസിയൻ തിയറി വാസ് ദാറ്റ് ഫുഡ് പ്രൊഡക്ഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു കീപ്പ് അപ്പ് വിത്ത് ഗ്രോത്ത് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. ഓക്കെ, ഹ്യൂമൻ പോപ്പുലേഷൻ വളരുന്നതനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ വളരാൻ പറ്റില്ല. റിസൾട്ടിങ് ഡിസീസ്, ഫമീൻ, വാർ ആൻഡ് കലാമിറ്റി, എല്ലാം ഭയങ്കര മോശം കാര്യങ്ങൾ. ഡിസീസ്, ഫമീൻ, വാർ, കലാമിറ്റി, ദുരന്തങ്ങൾ, വാർ, യുദ്ധം, ഫമീൻ, പട്ടിണിമരണം, ഡിസീസ്, അസുഖങ്ങൾ. മാൽത്തസ് stated that human population increases at a geometric rate, and while food production increases in arithmetic progression. We just saw, in his Principles of Political Economy. Again, another book. Malthus explained how he was against Say's law. Law, LAW. I'm very sorry. LAW. ടൈപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഓട്ടോകറക്ഷനൊക്കെ അങ്ങ് വരും. അങ്ങനെ ഓക്കെ. In his Principles of Political Economy, Malthus explained how he was against Say's law of markets by considering demand as an aggregate. അപ്പോൾ ഡിമാൻഡിനെ ഇങ്ങനെ ഡിമാൻഡിന് നമ്മൾ ഭയങ്കര പ്രാധാന്യം കൊടുക്കണം. ഇവർ ഭയങ്കര സപ്ലൈക്കാണ് പ്രാധാന്യം കൊടുത്തത്. ക്ലാസിക്കൽ തിയറി ഡിമാൻഡ് ഷോർട്ടേജസ് ഉണ്ടാകും. ഡിമാൻഡ് ഷോർട്ടേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യം ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? സാധനങ്ങളൊക്കെ ആൾക്കാർ മേടിക്കാതെ പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകും എന്ന് ആര് പറഞ്ഞു? മാൽത്തസ് പറഞ്ഞു. അപ്പോൾ അത് ആർക്കെതിരെയാണ്? സെയ്സ് ലോ ഓഫ് മാർക്കറ്റിനെതിരെയാണ്. ശരിയല്ലേ? ഞാനിങ്ങനെ കറക്റ്റായിട്ട് ഒന്നുകൂടെ എഴുതിയാൽ കേട്ടോ. ടീച്ചർ ഒരിക്കലും തെറ്റ് വരുത്താൻ പാടില്ല. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും എല്ലാം ടൈപ്പ് ചെയ്ത് എന്നൊരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് കറക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല മക്കളെ. അങ്ങനെ സംഭവിച്ചു പോയാൽ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് LAW. ഞാൻ മെറ്റീരിയലും കറക്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്തേക്കുന്ന മെറ്റീരിയൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഫോട്ടോസ് എടുത്തേക്കുന്നേ. ഓക്കെ, സോ ഹി വാസ് അഗെയിൻസ്റ്റ് Say's law of market by considering demand as an aggregate. അപ്പോൾ അതായത് ഡിമാൻഡിനെ അഗ്രിഗേറ്റ് കൺസിഡർ ചെയ്ത്, ഡിമാൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഡിമാൻഡ് ഷോർട്ടേജസ് ഉണ്ടാകും. ക്ലാസിക്കൽ തിയറി സപ്ലൈയുടെ പറയാറ്. സപ്ലൈ ഉണ്ടെങ്കിൽ ഡിമാൻഡ് ഉണ്ടായിക്കോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല അവർ പറഞ്ഞു. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് പറഞ്ഞാൽ എന്താ? സപ്ലൈ ഉണ്ടെങ്കിൽ ഡിമാൻഡ് ഉണ്ടായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിമാൻഡ് അഗ്രിഗേറ്റ്, ഡിമാൻഡ് നമ്മൾ പരിഗണിക്കണം. ഡിമാൻഡ് ഷോർട്ടേജസ് ക്യാൻ occur. In that case, the argument that supply creates its own demand will fail. Okay, this was the argument of
Malthus. So Malthus was one rare classical economist who belonged to the classical family, at the same time strongly criticized or expressed his concern about the success of the sales law of market. Okay, so that is about Malthus. നമ്മൾ പറയാം ഒരു വ്യത്യസ്ത തൂവൽ പക്ഷി നമ്മൾ പറയാം ക്ലാസിക്കൽ തിയറിയിലെ വ്യത്യസ്തനായ മനുഷ്യനായിരുന്നു ഈ മാൽത്തസ്. ഓക്കെ, നെവർ ഫോർഗെറ്റ് ഹിം, നെവർ ഫോർഗെറ്റ് ഹിസ് തിയറി ഓഫ് population. Okay, now it is not applicable. Now we are coming to the third classical economist, who is J.S. Mill. Okay, J.S. Mill, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് കുറേ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ റെയറായിട്ടൊക്കെ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ മൈക്രോയിലൊക്കെ പഠിക്കും. J.S. Mill was a remarkable economist who added to economic ideas along with Smith and Ricardo. സ്മിത്തിൻ്റെ റിക്കാർഡുകളും കൂടെ കുറേയധികം തിയറികൾ ഉണ്ടാക്കി അവരുടെ തിയറികൾക്ക് റിഫൈൻ ചെയ്തതാണ് J.S. Mill. ഇൻ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി, എല്ലാവരും ബുക്ക് എഴുതിയിട്ട് അതിനൊരു പേര് കൊടുക്കും. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി? അന്ന് പൊളിറ്റിക്സ് എക്കണോമിക്സ് ഒരുമിച്ചായിരുന്നു, നമ്മളെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം നമ്മൾ ഭയങ്കര വ്യത്യസ്തരായി, പുതിയ തിയറിയൊക്കെ ഉണ്ടാക്കി, പുതിയ ബ്രാഞ്ച് ഓഫ് ഐഡിയ ഒക്കെ ആയി നമ്മൾ എക്കണോമിക്സ്. ഓക്കെ, in his Principles of Politics, which became the leading economics textbook of his time, Mill elaborated the ideas of David Ricardo and Adam Smith. അവരുടെയൊക്കെ ഐഡിയാസ് മില്ല് എക്സ്പ്ലെയിൻ ചെയ്തു, ഇലാബറേറ്റ് ചെയ്തു, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഹി ഹെൽപ്പ് ടു ഡെവലപ്പ് ദി ഐഡിയാസ് ഓഫ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. സോ വാട്ട് ഈസ് ഹിസ് മേജർ കോൺട്രിബ്യൂഷൻസ്? ഐഡിയാസ് ഓഫ് ഇക്കോണമി സ്കെയിൽ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് and comparative advantage in international trade. Okay, these are important theories of J.S. Mill. Okay, now Mill forward inheritance taxation. What is inheritance taxation? A tax that we should pay when our forefathers or parents gives us some wealth. Okay, we inherit properties, isn't it? Several rich people, they inherit properties. They became rich only because their parents were rich. Okay, in that case, what J.S. Mill says that the inherited property should be brought under taxation. Okay, that is a good type of taxation. I think you will agree. Trade protectionism. What is protectionism? Protectionism means we are protecting our own industries. നമ്മുടെ തന്നെ വ്യവസായത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഹൗ വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ഇൻഡസ്ട്രീസ്? ഭിത്തി പണിതാൽ മതിയോ? അല്ലെങ്കിൽ മേൽക്കൂര? അങ്ങനെയൊന്നുമില്ല. പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ഇമ്പോസ് ടാരിഫ് ഓൺ ദി ഇമ്പോർട്ട് ഓഫ് സച്ച് കമ്മോഡിറ്റീസ്. We impose what? Tariff. What is tariff? Tariff is a tax on import. It's a tax on what? Imports. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വില ടാക്സ് ഏർപ്പെടുത്തും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങൾ ആൾക്കാർ മേടിക്കാൻ തുടങ്ങും. സോ ദാറ്റ് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ഇമ്പോസിങ് ടാക്സ് ഓർ ടാരിഫ് ഓൺ ഇമ്പോർട്ട് ഓഫ് കമ്മോഡിറ്റി. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ശരിയല്ലേ? ഡൊമസ്റ്റിക് നമ്മൾ ഫോണിൻ്റെ കാര്യം ഓർക്കുക. ഫോണ് ചൈനയിലെ ഫോണിന് ഒരു ഭയങ്കര ടാക്സേഷൻ ആണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫോൺ മേടിക്കും. നമ്മൾ ഇന്ത്യൻ കമ്പനിയുടെ ഫോൺ മേടിക്കും. ഞാൻ നിങ്ങളുടെ ബോട്ടെന്ന് പറഞ്ഞ കമ്പനിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞായിരുന്നാലും പറഞ്ഞില്ലെങ്കിലും ഞാനിങ്ങനെ എല്ലായിടത്തും പറയുന്നുണ്ട്, എവിടെയൊക്കെ പറഞ്ഞെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ബോട്ടെന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടോ കേട്ടോ, അത് അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കിയോ. പെൺകുട്ടികളല്ല ആൺകുട്ടികൾ മേ ബി ക്യൂരിയസ് അബൌട്ട് ഇലക്ട്രോണിക് പ്രോഡക്ട്സ്. ഓക്കെ, ബോട്ട് ഈസ് a company, is a beautiful company. So we were speaking about protectionism. Protectionism is such a strategy that we would like to protect our companies, okay, against foreign competition. How we can protect? We can impose tariff on the import of foreign commodities. Okay, so the production as well as the consumption of domestic commodities will go up. And regulation of employees hours of work. Okay, employees hours of വർക്കിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റുകൾ, അങ്ങനെയുള്ള തിയറികളാണ്, അങ്ങനെയുള്ള ഐഡിയാസിനെയാണ് മിൽ സപ്പോർട്ട് ചെയ്തത്. മിൽ വാസ് എ ഫോളോവർ ഓഫ് ജെർമി ബെന്താം. ആരുടെ ഫോളോവർ ആയിരുന്നു? ജെർമി ബെന്താമിൻ്റെ ഫോളോവർ ആയിരുന്നു J.S. മില്ല്. ഓക്കെ, ആരുടെ ഫോളോവർ? ജെർമി ബെന്താമിൻ്റെ. ഓക്കെ, ബെന്താമിനെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. അല്ലെങ്കിൽ നമുക്കെല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് നമ്മളെല്ലാം പഠിച്ചേ പറ്റൂ. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, മിടുക്കനായിരുന്നു ജെർമി ബെന്താം. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിലെക്കാം. ഇന്ന് ഞങ്ങൾക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ടേ ഒത്തിരി വർക്ക് കൂടുതലാണ്. ഞാനിപ്പം ക്ലാസ് നിർത്തിക്കോട്ടെ. എല്ലാവരും ഒരു ഐഡിയ പറഞ്ഞേ. ഹലോ ഞാൻ എന്നാന്നറിയോ, നേരത്തെ പോകണം, അതുകൊണ്ടാണ് ഞാൻ എന്നിട്ട് അടുത്ത സ്വിച്ചോടെ കൂടുതൽ സമയം എടുക്കാം കേട്ടോ.